ചെർപ്പുളശ്ശേരി ഐഡിയൽ TTIയിലെ വിദ്യാർത്ഥികളുടെ നമ്മുടെ ദുനിയാവ് എന്ന ഈ ഓൺലൈൻ മാഗസിൻ ഇങ്ങനെ ഓൺലൈനായിട്ട് തന്നെ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് പർവാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പ്, സഹവാസ ക്യാമ്പ് വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുകയും ആ ക്യാമ്പിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന നിലയിലാണ് നിങ്ങളിങ്ങനെ ഈ ഒരു ഓൺലൈൻ മാഗസിൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം മൈഗ്രേഷൻ എന്നൊക്കെയാണ്. ഒരു ഭാഗത്തു നിന്ന് വേറൊരു പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റത്തെയൊക്കെയാണ് ഈ പ്രവാസം എന്ന് പറഞ്ഞ വാക്ക് സൂചിപ്പിക്കുന്നത്. അതാണ് പ്രവാസി എന്ന് പറയുന്ന ഒരു വാക്കൊക്കെ നമ്മൾ എടുക്കുന്നതും അതുതന്നെയാണ്. പല ദേശങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങൾ. ഇപ്പോൾ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ പേര് എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. കാരണം ഈ കുടിയേറ്റക്കാർ ഏറ്റവും സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ് ഈ കോവിഡ് കാലഘട്ടം. എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള മൈഗ്രേഷൻ അതീവ സങ്കീർണമായൊരു പ്രശ്നമായിട്ട് മാറി. ഈ രോഗാനന്തരം നമ്മൾ നമ്മുടെ ദേശങ്ങളിലേക്ക്, ഗൃഹങ്ങളിലേക്കൊക്കെ തന്നെ ഇനിയും ചുരുങ്ങാനാണ് സാധ്യത. ഇനി ലോകമെമ്പാടും അതിർത്തി വിട്ട് പറന്ന് നടന്ന് ഉപജീവനത്തിനുള്ള വഴി കണ്ടെത്തുക എന്നൊക്കെ അസാധ്യമായി തീർന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. വീട്, അതിനു ചുറ്റുമുള്ള ചെറിയ കൃഷിയിടങ്ങൾ, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ ജീവിതം. യഥാർത്ഥത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് എറണാട്ടിലെ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് വിദൂരതയിലേക്ക് ആരും തന്നെ സഞ്ചരിച്ചതായി എനിക്കറിയില്ല. ഒരു ഗ്രാമത്തിൽ അവർക്ക് വേണ്ടതെല്ലാം അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അങ്ങനെ ജീവിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അന്നത്തെ ജനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതൊരവസ്ഥയിലേക്കൊക്കെ രാജ്യങ്ങൾ മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഐഡിയൽ TTI വിദ്യാർത്ഥികളുടെ നമ്മുടെ ദുനിയാവ് എന്ന് പറയുന്ന ഈ മാഗസിൻ പുറത്തു വരുന്നു. ഇതിൽ ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്, സർഗരചനകളുണ്ട്, അനുഭവ ആവിഷ്കാരങ്ങളുണ്ട്, കലാവിഷ്കാരങ്ങളുമൊക്കെ. ഈ ഓൺലൈൻ മാഗസിനുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഇനി എന്താ പറയുക, ഇതിനെ വീഡിയോ ഫോർമാറ്റുകളിലേക്കൊക്കെ മാറ്റാം. അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്താം. ഈ വീഡിയോ കൂടി അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വീഡിയോകൾ കൂടി ചേർത്തുകൊണ്ടൊക്കെ ഇനി പുതിയ പുതിയ സാധ്യതകൾ നമ്മൾ കണ്ടെത്തുക. ഇനി പഴയ രീതിയിലേക്ക് ഒരിക്കലും നമുക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് അസാധ്യമാണ്. അപ്പോൾ പുതിയ സാധ്യതകൾ കണ്ടെത്തുക. പ്രത്യേകിച്ച് നിങ്ങൾ പുതിയ കാലഘട്ടത്തിലെ അധ്യാപകരാകാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ തന്നെ ഓൺലൈൻ വഴിയാണ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. ഇനി കോഴ്സുകൾ അങ്ങനെ നടക്കും. ഓൺലൈൻ വഴി കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്ന ഓൺലൈൻ സ്ഥാപനങ്ങൾ ധാരാളമായി ഇനി ലോകമെമ്പാടും വരാൻ പോകുകയാണ്. പരീക്ഷ എന്ന് പറയുന്ന രീതി, അതിൻ്റെ സാമ്പ്രദായിക രീതികളൊക്കെയും ഉപേക്ഷിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ ലബോറട്ടറി ഒഴിവാക്കിക്കൊണ്ടുള്ള സയൻസ് പഠനത്തെക്കുറിച്ചൊക്കെ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് പുതിയ സാധ്യതകൾ കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ നിങ്ങളും അതിനനുസരിച്ച് പരിശീലിക്കുകയാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. പിന്നെ പലതരത്തിലുള്ള ഡിപ്രഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹത്തിന് ഈ ഡിപ്രഷൻ പ്രത്യേകമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അടുത്തയിടെ മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയത് ഏതാണ്ട് 70ഓളം കുട്ടികളാണ് ഈ ഡിപ്രഷൻ ബാധിച്ച് ആത്മഹത്യ ചെയ്തത് എന്ന് മുഖ്യമന്ത്രി തന്നെയും വെളിപ്പെടുത്തി. ഒരുപക്ഷെ സർക്കാരിന് കിട്ടിയ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാവും അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടാവുക. ഒരുപക്ഷെ വെളിപ്പെടുത്താതെ പോയ മരണങ്ങളൊക്കെ അതിനേക്കാൾ കൂടുതലായിരിക്കാനും സാധ്യതയുണ്ട്.
അപ്പോൾ അതിലൊന്നും കാര്യമില്ല. നമുക്ക് വളരെ ലളിതമായ ആവശ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഈ മഹാമാരി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൂടി നമ്മുടെ ആർത്തി, നമ്മുടെ ധൂർത്ത്, അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ കൈയടക്കിക്കൊണ്ടുള്ള നമ്മുടെ അക്രമാസക്തമായ നമ്മുടെ ഒരുതരം ജീവിതം, ഞാൻ അങ്ങനെയാണ് വിശേഷിപ്പിക്കുക. ഈ ഇൻവെസ്റ്റ്മെന്റ് ടെററിസം എത്രയാണ് പ്രകൃതി വിഭവങ്ങളെ മായ്ച്ചു കളയുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ രോഗം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളെ ഉള്ളൂ എന്നും നമ്മൾ തിരിച്ചറിയുകയാണ് ഉണ്ടായത്. ആ ലാളിത്യം, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പുതിയ ജീവിത പാഠങ്ങൾ, അതൊക്കെ ഭാവിയിൽ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന അധ്യാപക വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ലോക്ക്ഡൗൺ ആയിരുന്നില്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻ്റ് ചെയ്ത കോപ്പിയാണ് ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിദ്യാലയത്തിൽ വന്ന് ഞാൻ പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത്. അത് സാധിച്ചില്ല. എന്തായാലും ഇങ്ങനെയെങ്കിലും ഇത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ നന്ദിയുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ ഡിപ്രഷനിൽ പെട്ടുപോകരുത്. നിങ്ങളുടെ ആവിഷ്കാരങ്ങളിലൂടെ ഈ ഡിപ്രഷനെ നമ്മൾ മറികടക്കണം. ഈ കാലഘട്ടത്തിൻ്റെ ദുരിതങ്ങളെയും നമ്മൾ മറികടക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഈ ഓൺലൈൻ മാഗസിൻ പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ റെയ്ഹാനത്ത്, ഐഡിയൽ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെർപ്പളശ്ശേരി DLED അധ്യാപക വിദ്യാർത്ഥികളെ അധ്യാപനത്തിൻ്റെ പുതിയ രീതികളും ശൈലികളും പകർന്നു നൽകിയും സാമൂഹ്യ ജീവിത നൈപുണികൾ അധ്യാപക വിദ്യാർത്ഥികളിൽ വളർത്തിയും 15 ദിവസം നീണ്ടുനിന്ന കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് പർവാസ് എന്ന നാമധേയത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. സംഘാടനത്തിൻ്റെ ഉൾക്കരുത്തും സ്വപ്നങ്ങളുടെ നിറക്കൂട്ടുകളും ചങ്ങാതത്വത്തിൻ്റെ അനശ്വരതകളും സമ്മാനിച്ച ഈ ക്യാമ്പ് ചേർത്തുപിടിക്കലിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സഹജീവി സ്നേഹത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ ഈ ക്യാമ്പിലെ അനുഭവങ്ങളെ ഓരോ വിദ്യാർത്ഥിയും തൻ്റേതായ ഭാവനയിൽ, തൻ്റേതായ ഭാഷയിൽ, കഥയായും കവിതയായും ചിത്രങ്ങളായും ഒരു കടലാസു തുണ്ടിലേക്ക് പകർത്തിയപ്പോൾ അത് ഉമ്മടെ ദുനിയാവ് എന്ന മാഗസിൻ്റെ പിറവിക്ക് കാരണമായി. ഈ മാഗസിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കാൻ എനിക്കും സാധിച്ചു എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാലമേറെ കഴിഞ്ഞിടുമ്പോൾ ഈ കലാലയത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതയാത്രയിൽ ഈ കലാലയത്തെക്കുറിച്ചോർക്കാൻ, ഓർമ്മകളുടെ ഇന്നലകളുടെ അറകൾ തുറക്കാൻ ഈ മാഗസിനിലെ ഓരോ പേജുകൾക്കും സാധിക്കുമെന്ന് തീർച്ചയാണ്. ഈ മാഗസിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഈ മാഗസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. പർവാസ് എന്ന കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിനോടനുബന്ധിച്ചുള്ള ഇത് നമ്മുടെ ദുനിയാവ് എന്ന മാഗസിൻ്റെ ഒരു ഭാഗമാകുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്കെല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ ചുറ്റുപാടിൽ നിന്നും ലഭിക്കുന്നു. ഇതിലെ തലക്കെട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരു ദുനിയാവ് തന്നെയാണ് ഐഡിയൽ TTIയിലെ DLEDലെ ഓരോ അനുഭവങ്ങളുമെന്ന് ഓരോ വിദ്യാർത്ഥികളുടെയും സൃഷ്ടികളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നു. ഈ മാഗസിനിലെ ഓരോ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ സർഗാത്മകതയിലും കലാബോധവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു. ഈ മാഗസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച DLED 2018-20 ബാച്ചിലെ ഓരോ അധ്യാപക വിദ്യാർത്ഥികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അതിനോടൊപ്പം തന്നെ ജീവിത വിജയവും ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.
ഐഡിയൽ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് DLED 2018-2020 അക്കാദമിക് വർഷത്തിലെ വിദ്യാർത്ഥികളുടെ പർവാസ് 2K19 സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പിൻ്റെ പരിസമാപ്തി കുറിക്കുന്നതോടൊപ്പം അതിൻ്റെ ഓർമ്മകൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ദുനിയാവ് എന്ന ഓൺലൈൻ മാഗസിൻ ഇറക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഈ പരിപാടിക്ക് പർവാസ് 2K19 ക്യാമ്പ് ഡയറക്ടർ എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. പർവാസ് ക്യാമ്പിൽ നെയ്തെടുത്ത ഓർമ്മകളുടെ പ്രതിഫലനമാണ് ഇത് മ്മടെ ദുനിയാവ് എന്ന ഈ ക്യാമ്പ് മാഗസിൻ. പഠിച്ചതിലേറെയും പഠിക്കാൻ ബാക്കി വെച്ച്, പറഞ്ഞതിലേറെയും പറയാൻ ബാക്കി വെച്ച് ഈ കലാലയ ജീവിതവും കടന്നു പോകുമ്പോൾ എല്ലാവർക്കും ഇതൊരു മുതൽക്കൂട്ടാവുമെന്ന് കരുതുന്നു. ഇതിൻ്റെ ഓരോ താളുകളും മനോഹരമാക്കുന്നതിൻ്റെ ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ. ബഷീറിൻ്റെ ബാല്യകാല സഖിയുടെ അവതാരികയിൽ MP പോൾ സാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ വിയർപ്പും നിങ്ങളുടെ സ്നേഹവും കൂടി കലർന്നു കിടക്കുന്നു. വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നന്ദി അർഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ അധ്യാപകർ, എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ, DLED 2018-20 ബാച്ച് സ്റ്റുഡൻസ്, ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ച മറ്റുള്ളവർ എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഉദ്ഘാടന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. Hello my dear friends, very happy to inform that all we the IDNs proudly going to release our college magazine മ്മടെ ദുനിയാവ്. 2K19 പർവാസ് ക്യാമ്പിൽ പിറന്ന ഓരോ നല്ല ദിനങ്ങളും നമ്മിൽ നിന്നും പോയി മറിഞ്ഞെങ്കിലും ആ ദിനങ്ങളൊക്കെയും ഇന്നിവിടെ പുനർജനിക്കുകയാണ് ഈ മാഗസിനിലൂടെ. നമ്മുടെ കഥകളായും കവിതകളായും നമ്മുടെ ഓർമ്മകളായും നമ്മൾ അയവിറക്കുന്ന ഈ വരികളിൽ നിന്നും അവയ്ക്ക് വീണ്ടും ജീവൻ നൽകുന്നു. മാഗസിൻ പ്രത്യക്ഷമായും പരോക്ഷമായും ഭാഗമായ മ്മടെ ദുനിയാവിലെ ഓരോരുത്തർക്കും നന്ദിയും ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. ഹായ്, ഐഡിയൽ TTI ചെർപ്പളശ്ശേരി DLED 2018-20 ബാച്ചിൻ്റെ സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പായ പർവാസ് 2K19 ഭാഗമായി നമ്മളെല്ലാവരും തയ്യാറാക്കിയ നമ്മളുടെ 1000 ഓർമ്മകൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മളുടെ ഓൺലൈൻ മാഗസിനായ മ്മടെ ദുനിയാവ് പ്രസിദ്ധീകരണത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഐഡിയൽ TTI ചെർപ്പളശ്ശേരി 2018-20 അധ്യയന വർഷത്തിലെ പർവാസ് 2K19 എന്ന നമ്മുടെ ക്യാമ്പിന്റെ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ഓർമ്മകളും എല്ലാം അടങ്ങുന്ന ഇത് നമ്മുടെ ദുനിയാവ് എന്ന ക്യാമ്പ് മാഗസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ് ആൾ, ഐഡിയൽ TTI ചെർപ്പളശ്ശേരി 2018-20 DLED ബാച്ചിൻ്റെ സമൂഹ സമ്പർക്ക ക്യാമ്പായ പർവാസ് 2K19 നമ്മുടെ സ്വന്തം ക്യാമ്പ്. നമ്മുടെ ഒരുപാട് ഓർമ്മകളും നിമിഷങ്ങളും നമുക്ക് സമ്മാനിച്ച നമ്മുടെ ക്യാമ്പിൻ്റെ നിമിഷങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ദുനിയാവ് എന്ന പേരിൽ ഓൺലൈൻ മാഗസിൻ പ്രസിദ്ധീകരണത്തിന് തയ്യാറായിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും, എഡിറ്റർക്കും, സ്റ്റാഫ് എഡിറ്റർക്കും, ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ മാഗസിന് എൻ്റെ വിധ എല്ലാ ആശംസകളും നേരുന്നു. ഹായ് ഓൾ, 2018-20 അധ്യയന വർഷത്തിൽ ഐഡിയൽ TTI വെച്ച് നടന്ന സാമൂഹിക സമ്പർക്ക സഹവാസ ക്യാമ്പ് പർവാസ് 2K19 ഭാഗമായി അതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ഓർമ്മകളും സന്തോഷങ്ങളും അനുഭവങ്ങളുമൊക്കെ ഓർത്തിണക്കിക്കൊണ്ട് ഇത് മ്മടെ ദുനിയാവ് എന്ന ക്യാമ്പ് മാഗസിൻ പ്രസിദ്ധീകരണ യോഗ്യമായിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഈ മാഗസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.